ഓക്കെ, നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. ഇത് നമ്മൾ ഓൾറെഡി ഇന്ന് ഒരു ലൈവ് ട്രേഡ് ചെയ്തതാണ്, അതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ദെൻ നമുക്ക് എന്നാലും ഇന്നത്തെ അനാലിസിസ് പറയാം. ഇതേ നോക്കിക്കേ, നമ്മൾ ലൈവിൽ ചെയ്തത് ഈ റെഡിൽ കാണുന്ന ഒരു ട്രേഡാണ് എടുത്തത്. നോക്കൂ, ഇതിപ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ 1 2 3 4 5 6 7ാമത്തെ ക്യാൻഡിൽ കണ്ടോ? ഈ 7ാമത്തെ ക്യാൻഡിൽ ഇത് പി ആണ്. പിയുടെ ഗ്രാഫാണ് വന്നിരിക്കുന്നത്. പിയുടെ ഗ്രാഫിൽ ഇത് കണ്ട സപ്പോർട്ടായിട്ടാണ് വരുന്നത്. ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ സപ്പോർട്ടാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് എൻഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഇതിൻ്റെ മുകളിലാണ്, ബോർഡ് ലൈൻ്റെ മുകളിലാണ്. ഇത് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് പി മുകളിലേക്ക് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് കണ്ടോ? ഇപ്പുറത്തെ പി അതുപോലെ തന്നെ ബോർഡ് ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ടാണ് വരുന്നത്. പിയിൽ സപ്പോർട്ടാണെങ്കിൽ സിയിൽ റെസിസ്റ്റൻസ് ആയിരിക്കണം. കണ്ടോ? സിയിൽ അതേ ക്യാൻഡിൽ നോക്കിക്കേ, ബോർഡ് ലൈൻ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ടാണ് വരുന്നത്. ഇപ്പുറത്തെ സിയിലും അതുപോലെ തന്നെ ബോർഡ് ലൈൻ നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി ഇങ്ങോട്ട് താഴത്തേക്കായിരിക്കും സി പോകാൻ പോകുന്നത്, പി മുകളിലേക്കായിരിക്കും പോകാൻ പോകുന്നത്. ഇത് നമ്മൾ ലൈവിൽ തന്നെ ഈ ഒരു ട്രേഡ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ തന്നെ ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ തൊട്ട് മുന്നേ ഉണ്ട്, നിങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ ഇത് 3 കൺഫേംഡ് ആണ്. 3 അല്ല, ഇവിടെ 4 കൺഫേംഡ് ആണ്. അപ്പോൾ 3 കൺഫേംഡ് ആയാൽ മതി. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമല്ല, അതാ നിഫ്റ്റിയിൽ ആ ഒരു സമയത്തില്ല, ട്രേഡില്ല. പക്ഷേ നിഫ്റ്റി നോക്കിക്കുക, 7ാമത്തെ ക്യാൻഡിൽ കണ്ട നമ്മുടെ പിയിൽ എന്തായിട്ടുണ്ട്? സപ്പോർട്ടായിട്ടുണ്ട്. കണ്ട, ബോർഡ് ലൈൻ സപ്പോർട്ടാണ് പിയിൽ. ഇപ്പുറത്തെ പിയിലും ബോർഡ് ലൈൻ സപ്പോർട്ടാണ്. ഇവിടെ സിയിൽ റെസിസ്റ്റൻസുമാണ്. കണ്ടോ? സിയിൽ റെസിസ്റ്റൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, 7ാമത്തെ ക്യാൻഡിൽ. പക്ഷേ ഇതേ സമയം ഇതൊരു റിസ്കി പൊസിഷനാണ്. കാരണം പിയിൽ സപ്പോർട്ടാണെങ്കിൽ സിയിൽ റെസിസ്റ്റൻസ് ആയിരിക്കണം. അത് ശരിയാണ്. ഇവിടെ നമ്മൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ നോക്കുമ്പോൾ ശരിയാണ്. പക്ഷേ നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ സിയിലും അതേ 7ാമത്തെ ക്യാൻഡിൽ സപ്പോർട്ട് തന്നെയാണ് കാണിച്ചേക്കുന്നത്. കണ്ടോ? സിയിൽ റെസിസ്റ്റൻ്റ് ആണ് കാണിക്കേണ്ടത്. 1 2 3 4 5 6 7. കണ്ട, ഈ 7ാമത്തെ ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കേ. 7ാമത്തെ ക്യാൻഡിൽ കണ്ട, ഇതാണ് ഇവിടെ സപ്പോർട്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സിയിലും ഇതുപോലെ സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അത് ഒരെണ്ണത്തിൽ മാത്രമല്ല, 3 അങ്ങനെ തന്നെയാണ്. കണ്ടോ? ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ നിഫ്റ്റിയിൽ തന്നെ 2 അങ്ങനെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതെ നമ്മളുടെ നിഫ്റ്റിയിൽ നോക്കിയത് ഇവിടെ ഒരെണ്ണവും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. കണ്ട, 7ാമത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് 1 2 3 4 5 6 7 കണ്ട സിയിൽ നല്ലൊരു സപ്പോർട്ടായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ 3 ഇവിടെ സിയുടെ കാര്യത്തിൽ കൺഫേംഡ് ആണ്, പിയുടെ കാര്യത്തിൽ 3ൽ കൂടുതൽ കൺഫേംഡ് ആണ്. പക്ഷേ നമ്മളിത് നമ്മുടെ ഇൻഡെക്സിലേക്ക് വരിക. ഇൻഡെക്സിൽ അതിൽ എന്താ കാണിക്കുന്നത് നോക്കാം. സെൻസെക്സ്, ഇൻഡെക്സിൽ തന്നെ സെൻസെക്സ് ആണ് നോക്കേണ്ടത്. കണ്ടോ? സെൻസസ് അതേസമയം പി ആണ് കാണിക്കുന്നത്. നല്ലൊരു റെസിസ്റ്റൻസ് സോണിലാണ് സെൻസസ്. കണ്ടോ? ഈ ഒരു ഡോട്ടർ ലൈനിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നില്ല. കുറേ നേരമായിട്ട് ഡോട്ടർ ലൈനിൽ കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഈ ഒരു ക്യാൻഡിൽ നമ്മൾ എടുത്തത് കാരണം എന്താണ്? ആ കറക്റ്റ് ക്യാൻഡിലാണ് ഇത് സെൻസെക്സിൽ ഒരുപാട് വട്ടം ഇത് ആദ്യത്തെ ക്യാൻഡിൽ മുതൽ ഇത് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്, ഇടിയാൻ പോകുന്നു കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറേ നേരം കൺസോൾട്ടേറ്റ് ചെയ്തു. പക്ഷേ ഈ 7ാമത്തെ ക്യാൻഡിലാണ് സ്ട്രൈക്കുകൾ നമുക്ക് കൺഫേം ചെയ്ത് പറയുന്നത് ഇതിനി പി ആകുമെന്ന്. അതാണ് കറക്റ്റ് ഈ ഒരു പോയിൻ്റ് തന്നെ നമുക്ക് കിട്ടി. കണ്ടോ? നിങ്ങൾ സ്ട്രൈക്കൊക്കെ നിങ്ങൾ നോക്കിക്കേ. നിഫ്റ്റിയിൽ നമ്മുടെ ആ 7ാമത്തെ ക്യാൻഡിലാണ് പിയിലെ ഏറ്റവും ലോവസ്റ്റ് ക്യാൻഡിൽ. കണ്ടോ? 1 2 3 4 5 6 7 കണ്ടോ? 7ാമത്തെ ക്യാൻഡിലാണ് ഏറ്റവും ലോവസ്റ്റ് ക്യാൻഡിൽ. ഈ 7ാമത്തെ ക്യാൻഡിൽ തൊട്ടടുത്ത ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്തു. കണ്ടോ? അപ്പോൾ നമ്മളുടെ കറക്റ്റ് പൊസിഷനാണ്, കറക്റ്റ് എൻട്രി പോയിൻ്റാണത്. കണ്ടോ? അതിൽ പിന്നെ ഇടിഞ്ഞിട്ടില്ല. തൊട്ടടുത്ത ക്യാൻഡിൽ എൻട്രി എടുത്തു. ഈ ഒറ്റ ക്യാൻഡിൽ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തു. അപ്പം നമുക്ക് കറക്റ്റ് എൻട്രി പൊസിഷൻ പറഞ്ഞു തരുന്നതാണ് ബോർഡ് ലൈൻ സ്ട്രാറ്റജി. കൃത്യമായിട്ട് ബോർഡ് ലൈൻ സപ്പോർട്ടോ റെസിസ്റ്റൻറ്റോ ആണോ നോക്കുക. സിയിൽ സപ്പോർട്ടായിട്ടുള്ളത് പിയിൽ റെസിസ്റ്റൻസ് ആണ് എങ്കിൽ, അതേസമയം സെൻസെക്സും അത് കൺഫേം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡിൽ മുന്നോട്ട് പോകാം. അങ്ങനെയാണ് ആദ്യത്തെ ഒരു ട്രേഡ് 7ാമത്തെ ക്യാൻഡിൽ നമ്മൾ ചെയ്തത്. അത് ലൈവ് കാണുന്നുണ്ടെങ്കിൽ ലൈവ് വീഡിയോ ഇട്ട് നോക്കുക. ദെൻ നമ്മളുടെ സെൻസെക്സിൻ്റെ അടുത്ത ഒരു ട്രേഡ് നമുക്ക് വരുന്നത് നോക്കാം. ട്രേഡ് അടുത്തത് വരുന്നത് ഇതാ നിഫ്റ്റി. നിങ്ങൾ നോക്കിക്കേ. നിഫ്റ്റിയിൽ ബാക്കിൽ നിന്ന് 1 2 3 4 5 6 7th ക്യാൻഡിൽ, ബാക്കിൽ നിന്ന് 7th ക്യാൻഡിൽ തന്നെയാണ് അടുത്ത ട്രേഡ് വന്നിരിക്കുന്നത്. കണ്ടോ? ഇത് പോയി നമ്മൾ ഏറ്റവും മുകളിലത്തെ സെക്കൻഡ് ലൈനിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അതേസമയം ഇപ്പുറത്തും സെക്കൻഡ് ലൈനെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. കണ്ടോ? അപ്പം സെക്കൻഡ് ലൈനിൽ എന്താണ്? പിയിൽ ഇതൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നു. ഈ ഒരു ലൈൻ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ സിയിൽ എന്തായിരിക്കണം? സപ്പോർട്ടായിരിക്കണം. ആ സെക്കൻഡ് ലൈൻ തന്നെ സപ്പോർട്ടായിരിക്കണം. അത് നിഫ്റ്റിയിൽ തന്നെ വന്നോന്നില്ല കേട്ടോ. നിഫ്റ്റിയിൽ തന്നെ വന്നോന്നില്ല. നമുക്ക് നിഫ്റ്റിയിലേക്ക് നോക്കാം. നിഫ്റ്റിയിൽ അത് കറക്റ്റ് അല്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കിക്കുക. അതേസമയം ബാങ്ക് നിഫ്റ്റിയിൽ എന്തായിട്ടുണ്ട്? ഇതാ റെസിസ്റ്റൻസ് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ 3 കൺഫേംഡ് ആണ്. പിയിൽ 3 എന്തായിട്ട് വന്നിട്ടുണ്ട്? റെസിസ്റ്റൻസ് സോണിൽ തന്നെ നിൽക്കുന്നുണ്ട്. സിയിൽ സപ്പോർട്ട് കണ്ടോ? ഇത് സപ്പോർട്ടാണ്. കണ്ടോ? സിയിൽ സപ്പോർട്ട് വന്നിട്ടുണ്ട്, ജസ്റ്റ് മുട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ 3 കൺഫേംഡ് ആണ്. പിയിൽ തന്നെ 3 കൺഫേംഡ് ആണ്. സിയിൽ കൂടെ കൺഫേം ചെയ്യുകയാണെങ്കിൽ അത് നല്ല ട്രേഡാണ്. കണ്ടോ? കറക്റ്റ് ട്രേഡ് പൊസിഷനാണ് അതെന്ന് പറയുന്നത്. കണ്ടോ? ആ ഒരു സമയം നോക്കിയാൽ ബാക്കിൽ നിന്നുള്ള 7th ക്യാൻഡിൽ, ആ ഒരു 7th ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുക്കണമെങ്കിൽ കണ്ടോ? അതിനേക്കാൾ ഇടിഞ്ഞിട്ടില്ല, ഒരു ക്യാൻഡിലും അതിനേക്കാൾ ഇടിഞ്ഞിട്ടില്ല. അതാണ് കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്തും കൂടെ നോക്കണം, സെൻസെക്സ് കൂടെ നോക്കി കൺഫേം ചെയ്യണം അവിടെ തന്നെയാണോ എന്നുള്ളത്.
സെൻസെക്സ് കണ്ടോ, അതേസമയം സെൻസെക്സ് എവിടെയാണ് നിൽക്കുന്നത് നോക്കിക്കേ, ഏറ്റവും ലാസ്റ്റ് ലൈനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ഇപ്പുറത്ത് നിങ്ങൾ ഫ്യൂച്ചർ നോക്കിയാൽ ഫ്യൂച്ചർ അതേസമയം ഏറ്റവും ലാസ്റ്റ് ലൈനിലാണ് നിൽക്കുന്നത് കണ്ടോ. ഇവിടെ സെൻസെക്സ് ഡോട്ടർ ലൈനിൽ നല്ല റിജക്ഷൻ കാണിക്കാൻ പോകുന്നു. ഇവിടെ ഫ്യൂച്ചർ ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ലൈനിൽ നിൽക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ പോകുന്നു. അപ്പോൾ അത് കറക്റ്റ് പൊസിഷനാണ് അവിടെയും. അപ്പോൾ അങ്ങനെ 2 പൊസിഷൻസാണ് ഇന്ന് ഉണ്ടായിരുന്നത്. ഒരു സി പൊസിഷനും ഒരു പി പൊസിഷനും നമുക്കിന്ന് അവൈലബിൾ ആയിരുന്നു. ഓക്കെ, നല്ല റിട്ടേൺ 100% എബോവ് റിട്ടേൺ എഡിലും കൊടുത്തിട്ടുള്ള നമ്മുടെ ലെവൽസ് ആയിരുന്നു. അത് സി പൊസിഷൻ 100 അല്ല, അതിന് മുകളിൽ റിട്ടേൺ സീൽ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ നിഫ്റ്റിയിലെ സീല് നിങ്ങൾ നോക്കിക്കോളുക. കണ്ടോ, 100 രൂപയുടെ ഐറ്റം, 100 രൂപയല്ല, ഒരു 70 രൂപയുടെയൊക്കെ ഐറ്റം 200 രൂപയൊക്കെ വരെ പോയിട്ടുണ്ട്. ഓക്കെ, നല്ല റിട്ടേൺ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. ഒരേപോലെ വരണം. സിയിൽ സപ്പോർട്ടാണെങ്കിൽ പിയിൽ റെസിസ്റ്റൻസ് ആയിരിക്കണം. അതേസമയം ഇവിടെ സെൻസെക്സിലും സപ്പോർട്ടോ റെസിസ്റ്റൻറ്റോ നമുക്ക് കിട്ടണം. കണ്ട, നമ്മളൊരു പി ട്രേഡ് എടുക്കാൻ പോകണമെങ്കിൽ സെൻസെക്സും പി ട്രേഡ് തന്നെ കാണിക്കണം. കണ്ട, സെൻസെക്സ് നമ്മളിവിടെ 7ാമത്തെ ക്യാൻഡിൽ പി എടുത്തു. അപ്പോൾ സെൻസെക്സ് കറക്റ്റായിട്ട് കാണിച്ചു നമ്മളോട് പി ആണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് മുകളിലേക്ക് പോകാൻ പോകണില്ല. കണ്ട, നല്ലൊരു റെസിസ്റ്റൻസ് സോണിലാണ് ഇത്. മുകളിലേക്ക് ഇത് പോകുന്നില്ല. അപ്പോൾ ഇത് താഴത്തേക്ക് ഇടിയാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് സെൻസെക്സിൽ അടുത്ത ട്രേഡ് എടുത്തു. അപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇത് തന്നെയാണ്. കണ്ട, ഈ ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇതിന് താഴേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത് കറക്റ്റ് ശരിയാണ്. ഇതൊരു മുകളിലേക്ക് പോകാൻ റിജക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ 2 ട്രേഡിലേക്കും നമ്മൾ എൻ്റർ ആകുന്നത്. അത് സെൻസെക്സ് മാത്രം കൺഫേം ചെയ്താൽ പോരാ, അതേസമയം സ്ട്രൈക്കുകൾ 3 എണ്ണം കൺഫേം ചെയ്യണം. സ്ട്രൈക്കുകൾ ഇപ്പോൾ സെക്കൻഡ് ലൈനിലാണ് നിൽക്കുന്നതെങ്കിൽ 3 എണ്ണം സെക്കൻഡ് ലൈനിലായിരിക്കണം. ദെൻ ഫസ്റ്റ് ലൈനിലാണ് നിൽക്കണമെങ്കിൽ 3 എണ്ണം ഫസ്റ്റ് ലൈനിലായിരിക്കണം. ദെൻ ബോർഡ് ലൈനിലാണ് നിൽക്കണമെങ്കിൽ 3 എണ്ണം ബോർഡ് ലൈനിലായിരിക്കണം. സിയിൽ ബോർഡ് ലൈനാണെങ്കിൽ പിയിൽ സപ്പോർട്ടാണെങ്കിൽ, സിയിൽ സപ്പോർട്ടാണെങ്കിൽ പിയിൽ റെസിസ്റ്റൻസ് ആയിരിക്കണം. അതും കൂടി നമ്മൾ നോക്കിയേക്കണം. അങ്ങനെയാണെങ്കിൽ ആ ട്രേഡ് എടുക്കാം. ഓക്കെ, ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ.